ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരുന്നു, അഭിഭാഷകൻ കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ 19ാമത്തെ പേജിൽ, ഈ വിധി പകർപ്പിൻ്റെ 19ാമത്തെ പേജിലെ വളരെ ലളിതമായിട്ടുള്ളൊരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് വരാം. ഐ ഹാവ് ഗോൺ ത്രൂ ദ എൻറ്റയർ റെക്കോർഡ്സ് പ്രൊഡ്യൂസ് ബൈ ദ കംപ്ലൈനൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ഹർജിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ റെക്കോർഡ്സിലേക്കും ഐ ഹാവ് ഗോൺ ത്രൂ മീൻസ് കോടതി പോയി. ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ. അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, ഹഠാത് ആകർഷിച്ചത് അതാണ് ലാൽകുമാർ. ഐ കുഡ് നോട്ട് ഫൈൻഡ് ഈവൻ എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് പേപ്പർ വിച്ച് സപ്പോർട്ട്സ് ദിസ് കണ്ടൻഷൻ. റോണി കെ ബേബിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ശ്രീ ഷിജു ഖാനും അതിൻ്റെ ആവശ്യമില്ല. ഒരു തുണ്ട് പേപ്പർ പോലും അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ ശരിവെക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലില്ല എന്ന് പറയുന്ന ഒരു വാചകം ഞാൻ 19ാമത്തെ പേജിൽ നിന്ന് എടുത്ത് വായിച്ചു എന്ന് മാത്രം. ഇവിടെ ലാൽകുമാർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുറേ കാലമായി കാണുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയെ പോലൊരു നേതാവിനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേരിടാൻ, കാരണം രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടയാളാണ്, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോഴും അതുപോലെ KPC പ്രസിഡന്റായി കെ സുധാകരനൊക്കെ ഇരിക്കുമ്പോഴും പോരാ എന്ന ഒരു പൊതു അവസ്ഥ കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്നത് കൊണ്ടാവണം കുഴൽനാടനെ പോലെയൊക്കെയുള്ള ഈ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ആളാണ് അദ്ദേഹം, പ്രൊഫഷണലായിട്ടുള്ളൊരു ലീഡർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പിണറായിയെ പോലൊരു നേതാവിനെ നേരിടാൻ താനാണ് കൂടുതൽ യോഗ്യനെന്ന് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ ധരിപ്പിക്കുന്ന വിധത്തിലേക്കൊരു എക്സർസൈസ് കുറേ നാളായി നടത്തി വരികയാണ്, ഒപ്പം മാധ്യമങ്ങളെയും എന്ന് ബ്രാക്കറ്റിൽ. അതാണോ ഇവിടെ പൊളിഞ്ഞു വീണത്? കോടതിയുടെ ഈ സുദീർഘമായ ഗൗരവമായ വിധിപ്പകർപ്പിലൂടെ പൊളിഞ്ഞു വീണത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ ഇങ്ങനെ പേപ്പറുകളൊക്കെ എടുത്ത് ഉയർത്തിക്കാട്ടി തെളിവുണ്ട് ഉടൻ പുറത്തുവിടും എന്നൊക്കെ പറയുന്ന ഒരു ഹൈപ്പുണ്ടല്ലോ, കുഴൽനാടൻ സ്റ്റൈല്. ഈ ഹൈപ്പും ഇപ്പോൾ അദ്ദേഹത്തിനൊരു വിനയായി മാറിയോ? എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ലാൽകുമാർ? ഈ വിധിപ്പകർപ്പ് ഞാൻ വായിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് എനിക്കൊന്ന് ഓടിച്ചു നോക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാം, അതിനകത്ത് അസന്നിഗ്ധം കോടതി പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ ഒരു സബ്സ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്ത പരാതി. ഇവിടെ റോണി കെ ബേബി പറഞ്ഞൊരു കാര്യം എന്താ, ലാൻഡ് ഇവരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളത്. അതാണല്ലോ റോണി കെ ബേബി പറഞ്ഞ വിഷയം. റോണി കെ ബേബി പറഞ്ഞ ഒരു കണ്ടൻഷൻ, അങ്ങനെ ഒരു കേസ് കുഴൽനാടനില്ല. കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് ലാൻഡ് സീലിങ്ങിന്, ആ സീലിങ്ങിനെ ബ്രീച്ച് ചെയ്തുകൊണ്ട് ഇത് കൊടുത്തു. എന്ത് കൊടുത്തു? മുഖ്യമന്ത്രി ഇടപെട്ട് കൊടുത്തു. ഇതാ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അവസാനത്തെ പാരഗ്രാഫുകളിൽ പിന്നെ എടുത്തു പറയുന്നുണ്ട്, ഓർഡറിന് വെച്ച ശേഷം എനിക്ക് ഈ പോയിന്റ് ഒന്നുകൂടെ റേസ് ചെയ്യണമെന്ന് പറഞ്ഞ് 3 പോയിന്റുകൾ റേസ് ചെയ്യാൻ, ആ കണ്ടൻഷൻസ് അദ്ദേഹത്തിന് വീണ്ടും വെക്കാൻ കോടതി അവസരം കൊടുക്കുന്നു. അതിൽ അദ്ദേഹം സംസാരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വാദങ്ങൾ നിരത്തുന്നു. വാദങ്ങൾ നിരത്തിയിട്ട് അവിടെ തന്നെ പറയുന്നു, ലാൻഡ് സീലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിന് സബ്സ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് കോടതി പറയുമ്പം അതിനിയും ഫ്യൂച്ചറിൽ കൊടുത്തേക്കാം എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ വന്നേക്കാം എന്ന് പറയുന്നത് പ്രസന്റ് കറപ്ഷൻ എങ്ങനെയാവും? കറപ്ഷൻ എന്ന് പറയുന്ന കാര്യം നടന്നിട്ടുണ്ടാകണം. നിങ്ങൾ പ്രോസ്പെക്റ്റീവായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. അതിന് ഞാനൊരു ഒരു വരി വായിക്കാം. അതിനകത്ത് രസകരമായി എഴുതിയിരിക്കുന്ന ഒരു വരിയാണ്, ദ കംപ്ലൈനന്റ് കനോട്ട് ഫോർകാസ്റ്റ് എവറിത്തിങ് ആൻഡ് ഓൺ ദാറ്റ് ബേസിസ് കനോട്ട് പ്രിസ്യൂം ദാറ്റ് ദർ ഇസ് കറപ്ഷൻ. കംപ്ലൈനന്റ് ചുമ്മാ, അപ്പം കംപ്ലൈനന്റ് കനോട്ട് ഫോർകാസ്റ്റ് എനിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈനന്റ് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത് മൊത്തം. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും മാത്യു കുഴൽനാടൻ്റെയും ഒക്കെ ബുദ്ധിയിൽ തോന്നിയ ഒരു തന്ത്രം മാത്രമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു മെറ്റീരിയൽ എവിഡൻസ് ഇല്ലാതെ കോടതിയിലേക്ക് പോവുക, മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഒരു സീരിയസ് ലിറ്റിഗേഷനിലേക്ക് നിങ്ങൾ പോകുമ്പം, മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു MLA ആണല്ലോ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രിജുഡൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടതിയുടെ മുന്നിൽ എവിഡൻസ് ഹാജരാക്കി കഴിഞ്ഞാൽ കോടതിക്ക് എങ്ങനെയാണ് മറിച്ചെഴുതാൻ പറ്റുക? ഇവിടെ നോക്കൂ, തെളിവുകൾ കൊടുത്ത് തെളിവുകളിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ കോടതി നടത്തുവല്ല ചെയ്തിരിക്കുന്നേ. തെളിവേ ഇല്ല. അതാണ് പറഞ്ഞത്, ദർ ഇസ് നോട്ട് ഈവൻ എ സ്ക്രാപ്പ് ഓഫ് പേപ്പർ ബിഫോർ ദ കോർട്ട്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ശരത്തേട്ടൻ പറഞ്ഞ വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദർ ഇസ് നോ സ്ക്രാപ്പ് ഓഫ് പേപ്പർ ബിഫോർ ദ കോർട്ട്. അപ്പം ഇപ്പം നമ്മൾ സാധാരണഗതി പറയും, ഈ ഒബ്സർവേഷൻ കോടതിയുടെ തെറ്റായിരുന്നു, അല്ലെങ്കിൽ ആ ഒബ്സർവേഷൻ കോടതിയുടെ തെറ്റായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ആ ഇൻ്റർപ്രിട്ടേഷൻ തെറ്റി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അപ്പീൽ കോടതികൾ എപ്പോഴും കിടക്കുന്നത്. ഇത് വിലയിരുത്താൻ ഒരു പേപ്പർ കൈ വേണ്ടേ എന്നുള്ളതാണ് ആ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ സാരാംശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. പാരഗ്രാഫ് 6-ൽ
അതൊന്ന് എടുത്താൽ നന്നായിരിക്കും. ഇൻ ഓർഡർ ടു ഹെൽപ്പ് KREML ആൻഡ് CMRL, a man-made flood disaster was created in the year 2018. ഏതാ 2018 ഇവരെ സഹായിക്കാനായിട്ട് മാൻമെയ്ഡ് ഫ്ലഡ് ഉണ്ടാക്കിയെന്ന്. ഏതാ ഇവിടെ നടന്ന 2018 പ്രളയം ഇവരെ ഈ കമ്പനികളെ സഹായിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിന് ഈ പെറ്റീഷൻ അത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ട ആൾക്കാർക്ക് എന്തോ തോന്നുക. ശരി, അതതിനകത്തുണ്ട്. And in the guise of disaster management, the government decided to remove the sandbar. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരിക്കുന്ന മണലെടുത്ത് മാറ്റാൻ, എന്ന് വെച്ചാൽ ഈ പറയുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ അവിടെ വരാൻ പോകുന്ന മണ്ണ് എങ്ങനെ ഈ പ്രളയം ഉണ്ടായ ശേഷം പ്രളയം ഉണ്ടാക്കി മണ്ണ് അവിടെ വന്ന് ആ മണ്ണെടുക്കാനുള്ള കാര്യം അനുവദി മുഖ്യമന്ത്രിയും കൂട്ടരും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. ആർക്ക്? ഇവരെ ഈ വീണ വിജയന്റെ എക്സാലോജിക്കിൽ നിന്ന് മേടിച്ചിരിക്കുന്ന കാശെന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ പറയാൻ ഒരു നാണമൊക്കെ വേണ്ടേ ഇതൊക്കെ പറയുന്നതിന്? ഞാൻ പറഞ്ഞു വരുന്നത് ഇത്, ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാം. ഞാൻ എൻ്റെ ലീഗൽ സൈഡിൻ്റെ ഒരു പാർട്ടിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനെ പിടിക്കുക എന്നുള്ളത് അവരൊരു വലിയ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളതാണ്. ഞാൻ ശരത്തേട്ടൻ അറിയാം ക്ലിയർ ആയിട്ട് നമ്മൾ എത്ര ചർച്ച പിണറായി വിജയനെതിരെയായിട്ട് ഈ സംസ്ഥാനത്ത് രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നു നമുക്കറിയാം. ഇതെല്ലാം പൊളിഞ്ഞു പോകുന്നതിന് കാര്യം ഇവർക്ക് ദേ ഡോണ്ട് ഹാവ് ഈവൻ എ പീസ് ഓഫ് പേപ്പർ ടു പ്രിജുഡൈസ് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർക്കെതിരെ പ്രിജുഡൈസ് ചെയ്യാനായിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ പോലും ഇല്ല. ചുമ്മാതെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം എന്നാ ഇന്ന് ഇതങ്ങ് പറഞ്ഞേക്കാം എന്ന് പറയുന്ന പരിപാടിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കേരളത്തിലെ കോടതികൾ അല്ലെങ്കിൽ പരമോന്നത കോടതി, സുപ്രീം കോടതി, അവിടെ വരെ നമുക്ക് പോവാം. പക്ഷേ എൻ്റെ ചോദ്യം, ഇത്രയും നാളുള്ള ലിറ്റിഗേഷനകത്ത് കുറെ ആരോപണം ഈ പറഞ്ഞ ലിറ്റിഗേഷന്റെ പ്രശ്നം ഇതിന് മേളിൽ കോടതി ഉണ്ടെന്നുള്ളതാണല്ലോ വാദം. അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം, ഇതിന് മുമ്പ് പോയ കേസിന്റെ ഒക്കെ മേളിലോട്ടുള്ള കോടതി പോയതിന്റെ ഉത്തരം എന്തായെന്ന എൻ്റെ ചോദ്യം. ഇത് ആൾക്കാരെ പറ്റിക്കാൻ CPIM-ന്റെ ഒരു നേതാവിനെ താറടിച്ച് കാണിക്കാൻ വർഷങ്ങളായി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ്. അങ്ങനെ താറടിക്കുന്നത് കൊണ്ട് അവർക്കുള്ള ഗുണം ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനെ ആ പ്രതീക്ഷ നടക്കുന്ന ഒരു കാര്യമേ അല്ല. കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ഈ പറയുന്ന സമയങ്ങളിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തും ഇതൊരു പ്രചരണമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രചരണം, ഈ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ ഇലക്ഷന് മുമ്പ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ ജനങ്ങളോട് കൂടുതൽ കൺവിൻസിംഗ് ആയി പറയാമായിരുന്നു. നോക്കൂ, സത്യമാണ് നമ്മൾ അന്നും പറഞ്ഞത്, സത്യമായി ഇപ്പോഴും പറയുന്നത്. പക്ഷെ കുഴപ്പം ഇവർ ഇതിനകത്തൊരു പുകമറ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇപ്പോഴത്തെ ചർച്ചയ്ക്കകത്ത് പോലും നോക്ക്, റോണി കെ ബേബി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ലാൻഡിന്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട് പെർട്ടിനന്റ് ആയിട്ടുള്ള പോയിന്റ് പറയണമെന്ന് പറഞ്ഞ് പറയാൻ 3 പോയിന്റ് പറയാനായിട്ടുള്ള അവസരം കോടതി കൊടുത്ത ശേഷം ആ ആർഗ്യുമെന്റിൽ നിന്ന് പുറകോട്ട് പോകുന്ന മാത്യു കൊളുനാടനെയാണ് കാണുന്നത്. മാത്യു കൊളുനാടൻ എന്ന് പറഞ്ഞാൽ പെറ്റീഷണറെയാണ് കാണുന്നത്, ആ കംപ്ലൈനന്റെയാണ് കാണുന്നത്. അപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ വന്നിരുന്ന് എന്തൊക്കെയോ പറയുക.